മുകേഷ് രാജിവെക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ വാർത്ത വരാൻ കാരണം തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാടാണ്. മുഖ്യമന്ത്രിയുടെ നിലപാട് തന്നെയാണ് മുകേഷിന് കുരുക്കായി മാറിയെന്ന് ആലോചിക്കണം. അങ്ങനെ എത്ര വലിയവരായാലും ശരി, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണമെന്ന് തീരുമാനം കഴിഞ്ഞു. ഇത് ഒരു സംഭവം കൊണ്ടല്ല, പല സംഭവം കൊണ്ടെന്ന് ആലോചിക്കണം. അപ്പം നിങ്ങൾ ചോദിക്കും, ഇവിടെ പലർക്കും ജാമ്യം കൊടുത്തല്ലോ, സിദ്ദിഖിന് ജാമ്യം കൊടുത്തിട്ടില്ലല്ലോ, ഈ സിദ്ദിഖിനെ തൊട്ടിട്ടില്ലല്ലോ, മണിയമ്പിള്ള രാജുവിന് ജാമ്യം കൊടുത്തിട്ടില്ലല്ലോ, വേറെ ഇങ്ങനെ കുറേ പേരുടെ പേര് പറഞ്ഞു വന്നിട്ടുണ്ടല്ലോ. കേസുകളെല്ലാം വ്യത്യസ്തമായ രീതിയിലാണെന്ന് ആലോചിക്കണം. കുറേ പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ആരെയും ന്യായീകരിക്കല്ല. ഇവിടെ മുമ്പ് പലരും പറഞ്ഞത് 10-15 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണെന്ന് ആലോചിക്കണം. ആ 10-15 വർഷം മുമ്പ് നടന്നൊരു സംഭവത്തിൻ്റെ ഒരേ സ്ത്രീ തന്നെ 3-4 പേരുടെ പേരുകൾ പറയുന്നു. ഒരാൾ തന്നെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിരിക്കുന്നു, പല പ്രാവശ്യം അവർ യാത്ര ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പം അതിൻ്റെ ഇടയിലൊക്കെ ചോദിക്കുന്നത്, 2 ഗ്രൂപ്പുകളുടെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഒരു പ്രാവശ്യമാകുമ്പോൾ തന്നെ തനിക്ക് ഇഷ്ടമില്ലെങ്കിൽ തന്നെ തുറന്ന് പറയണമായിരുന്നു, പരാതി കൊടുക്കണമായിരുന്നു. ഇതിങ്ങനെ നാട് നീളേ നടന്ന് എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഇത്തരം കാര്യം മാറ്റുന്ന നിലപാടായിരുന്നില്ല. 7 വർഷം മുമ്പ് ഈ നടിപീഡന കേസുമായി അന്ന് തുടങ്ങിയ ശക്തമായ നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോഴും എടുത്തിരിക്കുന്നത്. ഇത് തുടരുക ലാൽ സലാം.